പവറായിക്കോട്ടെ. കോയലിൽ നിന്നാളി വെള്ളം വരുന്നില്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്താല്ലേ ഇവിടെ നേരെ വിട്ട് ആ കുടിച്ചു കൊടുക്കണ. ഹായ് ഹായ് ഹായ്, അസ്സലാമു അലൈക്കും. എന്താ പാട് സുഹൃത്തുക്കളെ? അപ്പം നമ്മളേ ആസാമിലാണ്. നമ്മളെ യാത്ര ഏകദേശം 40-45 ദിവസത്തോളം അടുക്കുന്നു. ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എക്സ്പെരിമെൻ്റ്, ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ്, ഏറ്റവും വലിയ തിരിച്ചറിവായിട്ടാണ് യാത്ര നമ്മൾ കാണുന്നത്. ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് വ്യക്തികൾ, ഒരുപാട് സന്ദർഭങ്ങൾ, സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു ദിവസേന. സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ ഈ ഒരു ഓട്ടോ വെച്ചിട്ടാണ് നമ്മൾ ഈ കളിക്കുന്നത്. 10-20,000 കിലോമീറ്റർ. ഇപ്പോൾ നിലവിൽ ഏകദേശം 6,000-ഓളം കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു. ഇനി ഒരുപാട് നമുക്ക് താണ്ടാനുണ്ട്. ഇവിടെയാണ് ഇന്നലെ നമ്മൾ ടെൻ്റ് അടിച്ചത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. സുബൈക്ക് നീച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കടത്തം കിടക്കും. പിന്നെ ഒരു 8:30 എണീക്കുള്ളേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പോയി നോക്കുക. ഇന്ന് നമ്മൾ ഗുവാഹത്തിക്കാണ് പോണത്. ആസാമിലെ ഗുവാഹത്തി ടൗണിക്ക് ഇന്ന് എത്തൂല. 150 കിലോമീറ്റർ ഒന്നും കവർ ചെയ്യുള്ളൂ. നാളെ ബാലൻസ് കൂടുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല നല്ല കാഴ്ചകളായിട്ട് നമ്മളങ്ങനെ യാത്ര നിങ്ങളും തുടർന്നു കൊണ്ടേയിരിക്കുക നമ്മളൊപ്പം. നമ്മളെ പുതിയ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ച് സപ്പോർട്ട് ചെയ്തോളുക. കണ്ടില്ലേ പശുക്കളൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക. നല്ല വെയിൽ അവിടെ 6 മണിക്ക് ജതി വെയിലാണ്. നമുക്ക് പോയേക്കാലെന്നാ. പോണ വഴിയിലേ കുളിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ്. കുളിക്കാൻ പറ്റുമോ അറിയില്ല. ഒരു കിടിലൻ സ്പോട്ട് കണ്ടു ആസാമിലേ. നോക്കിയാണ് നിങ്ങൾ പാട വരുമ്പോൾ തവിടുന്നൊക്കെ ഉണ്ട് കുളിച്ചാ മോനെ. ഇവിടുത്തെ റോഡുകൾ ഇങ്ങനെ ഏകരത്തിലാണ് അധികം റോഡുകളും വരുന്നത് കേട്ടോ. നോക്കിയാണീ പോയി നോക്കാം നമുക്ക്. കുളിർ 1.5 ഫീലേ കാര്യം പറഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞാൽ. അവരൊക്കെ അതാ ഫാമിലീസൊക്കെ വന്നിരിക്കണം. അയ്യവാ തെളിനീര് വെള്ളം ഏതാ മുതൽ. പൊളി പൊളി. വെള്ളം നോക്കി നിങ്ങള് വരുന്നു. അങ്ങനെ നമ്മൾ ആശാൻ സ്വീകരിച്ചു കഴിഞ്ഞു. കുളിക്കാം എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു പൊളി പൊളി. ആ ഏതാ വള്ളല്ലേ. കുറച്ചേരം 10 ഇരിക്കണം ഏതായാലും. പാടം നോക്കി നിങ്ങൾ എന്താലേ. അറ്റം കാണാത്ത ഏതി പാടം. മൂപ്പരതായ ഡീസൽ വയ്ക്കുകയാണ് നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്. ഒന്നും കൂടെ പവറായിക്കോട്ടെ. കോയലിൽ നിന്നാളി വെള്ളം വരുന്നില്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി. ഏതാ സെറ്റപ്പ്, മാറി ബ്യൂട്ടി. വള്ളത്തിൻ്റെ ആ വള്ളത്തിൻ്റെ തെളി നോക്കി നിങ്ങൾ. അയ്യവാ കുളിക്കാൻ നോക്കുന്ന. വെയിലത്താണ് ക്രിസ്റ്റൽ വെള്ളം. അങ്ങനെ നമ്മളെ യാത്ര ആരംഭിച്ചിട്ടോ. ഇവിടെ എത്തിയപ്പോൾ തന്നെ നോക്കി ക്ലൈമറ്റും അല്ലെങ്കിൽ നമ്മളൊരു ആംബിയൻസേ മാറി. മലകൾ നോക്കി, മലകൾ
അല്ലേ റൈറ്റ് ഇതിക്ക് കുറച്ച് തണുപ്പുമ്പാടുണ്ടായ ഹിമാലയം തന്നെ പക്ക ഹിമാലയം. ഒരു ഭാഗത്തോ ഫുള്ള് പാടം. കാലാവസ്ഥ ചൂട് തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഉണ്ടല്ലേ? ആ മുന്നിലൊക്കെ ഒരു മല കിടക്കണം എന്ന് കരുതിയിട്ട് തണുപ്പൊന്നുമില്ല. പക്ഷെ ഇവിടെ ഇതിങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പ്, ഇവിടെ നല്ല തണുപ്പിൻ്റെ സീസൺ ഉണ്ട് ഇവിടെ. ആ സീസൺ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണിത്. കോട മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന സമയങ്ങളുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ. അത് ഈ സ്ഥലം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് നോക്കി നേരത്തെ കണ്ട മുട്ടക്കുന്നാണത്. ഇവിടെ എല്ലായിടത്തും ടോട്ടോണ് ഉണ്ടല്ലേ? ടോട്ടോ കറണ്ട് വണ്ടി അവസ്ഥയിൽ പോണ ലോഡ് നോക്കിങ്ങള് എമ്മാതിരി ലോഡാണിത് പോവാ അറിയാം. ചെറിയൊരു അങ്ങാടിട്ടോ ടോട്ടോണ് മെയിൻ ഇവിടെ എല്ലായിടത്തും ടോട്ടോ. അതായത് ഡിഫറെൻറ്റ് കാറ്റഗറി. ഇപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ മലയാണെങ്കിൽ ഈ ഭാഗം നോക്കി ചൂള കമ്പനി ഇഷ്ടികൻ്റെ കമ്പനി മെയിൻ കമ്പനിയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ മുന്നേ നോക്കുമ്പോൾ നോക്കി ആ മല ഇതൊക്കെ 100% ഉറപ്പാണ് മഞ്ഞിൽ കുളിച്ച് നിന്ന ഒരു സമയം ഉണ്ടാവും. സൈഡിൽ നോക്കിയാണ് നിങ്ങൾ പശുക്കൾ 1-2 എന്നല്ല, നിരത്തി പശുക്കൾ പരന്ന് പിടിച്ച് പ്രതലം പരന്ന് പിടിച്ച് കിടക്കുക. റെയിൽവേ ക്രോസാണ് കാണുന്നത് കേട്ടോ. ഗുവാഹത്തിക്കുള്ളതാണ് നമ്മൾ പോണത്, ഗുവാഹത്തിക്കാണ്. പശുക്കളൊക്കെ നിരത്തി പശുക്കൾ. നമ്മൾ പോണതേ നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായിട്ടുള്ള ബ്രഹ്മപുത്ര നദിൻ്റെ മേലെ കൂടെ ഉണ്ടോ കേണി. അതായത് ഈ നദിയിലാണ് കൃഷി നടക്കുന്നത്. ശ്രദ്ധിച്ചങ്ങൾ കണ്ടോ? ഗോതമ്പ്, ചോളം, നെല്ലൊക്കെ നദിയിലാണ്, ബ്രഹ്മപുത്ര നദിയിലാണ് കൃഷി. വീടുകളൊക്കെ നദിയിൽ കണ്ടോ? നദിയിലാണ് ഈ വീടുകളൊക്കെ കിടക്കുന്നത്. വെള്ളം നോക്കി ക്രിസ്റ്റൽ വെള്ളമാണ്. ഈ നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദികളിലൊരു നദിയാണിത്. അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് ഒഴുകിയിട്ട് ഇത് പതിക്കണത് അറബിക്കടലില്ല. ഏകദേശം 4-5 സ്റ്റേറ്റിലൂടെ മിസോറം, ത്രിപുര, നമ്മളെ ആസാം, എത്രത്തോളം സ്റ്റേറ്റിലൂടെ കടന്നു പോയിട്ടാണ് ഈ നദി അറബിക്കടലിൽ പതിക്കണത്. അതിലെ ആസാം എന്ന് പറഞ്ഞ സ്റ്റേറ്റിലൂടെ ഒരു വിധം സ്ഥലങ്ങളിലൂടെ ഇത് കടന്നു പോകുന്നുണ്ട് കേട്ടോ. 3:45 ആയിക്കണ്. സാധനങ്ങളൊക്കെ വാങ്ങണം. അടുത്ത അങ്ങാടി നോക്കല്ലേ? 4 മണിയാകുമ്പോൾ വാങ്ങണം കേട്ടോ. സാധനങ്ങൾ നമ്മളെ ഫുഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാനേ നമ്മളൊരാൾ ഇഫ്താറിന് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഒരു കുറേ ദിവസമായിട്ട് നമ്മോട് പറഞ്ഞതായിരുന്നു. എന്നാണ് അതിനുള്ളൊരു അവസരം കിട്ടിയത്. ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ നമ്മളെ ഫുഡൊക്കെയുള്ള സാധനം വാങ്ങുന്ന കുറച്ച് ഹെവി ആക്കരച്ച് ചിക്കനൊക്കെ ഒന്ന് വാങ്ങി ഉഷാറാക്കണം നമുക്ക്. ആസാമിലെ ചെറിയൊരു ഉൾഗ്രാമത്തിൽ ഇവിടുത്തെ ഒരു ചന്തയിലാണ് കേട്ടോ ഉള്ളതേ. ഇന്നെന്താ വേണ്ടി ബ്രോ? ചിക്കൻ രാത്രി വെക്കണം. പിന്നെ എന്തൊക്കെയാണ്? ഗൂഗിൾ പേ അവിടെ
പഴം എന്താ അവിടെ? എല്ലാ ഐറ്റംസും ഉണ്ട്. ആകണോ? 10 റുപ്യ കിലോനോ? ഒരു അര വാങ്ങിയാൽ മതി, വെറുതെ കുറെ വാങ്ങി. കുറച്ച് ഉള്ളി, മുളക് ഒരു കുറച്ച് പീസ് ഇട്ടോളൂ, എനിക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ ഇടയിൽ അത്ര വലുതൊക്കെ വേണ്ടി വരുമോ? ഹെവി അല്ലേ? നമ്മൾ കുറച്ച് ചെമ്മീൻ വാങ്ങി, റൈറ്റ് ആയിക്കോട്ടെ ചെമ്മീന്. ചെമ്മീനൊക്കെയല്ലേ വാങ്ങി വെച്ചാൽ എന്താ പറയുക, പിന്നെ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ലേ. നമ്മൾ കുറച്ച് മീനാണ് വാങ്ങി. നമ്മളൊരു പൊളി പച്ചക്കാണ് ഇവിടെ മീനൊക്കെ. ഇതെങ്ങനെയാണ് കൊടുക്കുകയാണ്? ആണ് നമ്മളെ തളർത്തിയത്, ഡയറക്റ്റ് വെട്ടാണ്. എന്തായാലേ ഇവിടെ നേരെ വെട്ടുക. ആകണോ? കുടിച്ചു കൊടുക്കണോക്കി നേരെ പിടിച്ചേ വെട്ടുക, വേറെ വർത്താനല്ല. അത് നമ്മളേ മീൻ ഒഴിവാക്കി. കാരണം എന്താ വെച്ചാലേ 100 എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 150 പറഞ്ഞു. ചിലപ്പോൾ അങ്ങനെ ആക്കണം. ചിക്കൻ വാങ്ങിക്കൂടെ നമുക്ക്? എന്ത് എന്ത് ഏത് ചെറുതരെ? എന്നാ ഇതെടുത്താലോ? അവിടെ ആക്കണോ? കട്ട് വെച്ച് വാങ്ങിക്കോളി. വത്തക്ക വാങ്ങിട്ടോ, ഒരു കൊല പഴവും വാങ്ങി. അപ്പോൾ ചങ്കളെ നമ്മളെ സൈഡാക്കി വണ്ടി. നോമ്പറക്കാനുള്ള പരിപാടിയില്ല, നോമ്പ് ബാങ്കത കൊടുക്കണം. അയ്യവാ വത്തക്കള്ളം, പഴം, പൊരി, കടികളൊക്കെ ഉണ്ട്. വെള്ളം കുടിക്കട്ടെ ആദ്യം. തണുത്തള്ളം കുടിച്ചാലേ പിന്നെ പൗതി കഴിച്ചു. ഇനിയിപ്പോൾ കുടിച്ചു നോക്കുക. പൊരി എടുക്കേ. സാമാനായി. വെള്ളം കുറഞ്ഞ കുറച്ച് അല്ല, ഞാൻ വത്തക്കൻ്റെ വെള്ളേ കുറച്ച് പറഞ്ഞു നോക്കിയാ ഇങ്ങനെ ആക്കേണ്ടി വരും. ഇതിലേ ഇത് കൈപ്പങ്ങ അല്ലെങ്കിൽ കോളിഫ്ലവറിൻ്റെ എന്തൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇതിൽ കേട്ടോ. മുന്തിരി അല്ലാ. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞാണ്ട് നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞു. നല്ല ഇതുണ്ട് കേട്ടോ, അവിടെ പ്രാണികളുണ്ട്. ഇന്ന് ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയില്ല. ചോറുണ്ടാക്കി നമ്മൾ ചോറിതാ ടച്ചപ്പിനും വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസുകളൊക്കെ ഇവിടെ അങ്ങനെ വെച്ചു കൊണു. പാലുണ്ട്, തൈരുണ്ട്. തൈര് പൊട്ടിയോ അല്ലേ? ഇന്ന് സ്പെഷ്യലാണ് കേട്ടോ, സ്പെഷ്യലാണ് ചിക്കൻ. ഇന്ന് ചിക്കൻ്റെ കളികളാണ്. ബ്രൂവിൻ്റെ ബർത്ത്ഡേ ആണിന്ന്, അതാണ് ചിക്കൻ. ഇവിടെ ഏതാണ് ഇത്? സ്പെഷ്യൽ ചിക്കൻ കറിയാ, വെറൈറ്റി ഡിഷ്. ബ്രോ എത്ര വയസ്സ്? എത്ര? 28. അതിക്കൊരു എയിമ്പട കൂട്ടിയാൽ മതി. 10-15 വയസ്സായി കൂടെ തന്തയായി കൂടും. എന്നിട്ട് നമ്മളിപ്പോൾ ട്രിപ്പിന് ഇറങ്ങിക്കാണ്. വൈബ്സ് ഓഫ് തന്ത. അങ്ങനെ 35 വയസ്സ് തികയുന്ന ഇബ്രുവിൻ്റെ കളികൾ വീണ്ടും തുടരുന്നു. എന്ത് ചെയ്യാ? 26 ആണ്. ഇവിടെ നേരെ ഇപ്പുറത്ത് തന്നെ ഇതുണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. മണ്ണ് ഫില്ല് ചെയ്യാണ്. അവിടെ ആകെ പ്രാണികളാ.
അങ്ങനെ നമ്മൾ ചോറ് ചെയ്ത് തുടങ്ങിട്ടോ. ചിക്കൻ കറി, മോര്, നല്ല ചീരാപറങ്ങിമാര്, മുളക്, പിന്നെ ഇതാ അച്ചാറും. മോര് പാട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കണ്ടില്ല. ഇവരുടെ ബർത്ത്ഡേ സ്പെഷ്യൽ. എങ്ങനെ കേക്ക് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കറി നല്ല നാക്കുണ്ട്. പ്യൂർ തൈര. കപ്പും കൂടി കരിഞ്ഞിട്ടായിരുന്നു. അതിൻ്റെ വൈകിട്ടില്ല, ഓർമ്മ ഉണ്ടായില്ല. കുറച്ച് തൈര് കണ്ടു വെച്ചു. തൈരും കൂട്ടിലടിയാ. മല്ലിച്ചപ്പ് ഒന്നാണ് പിച്ചിട്ട്, മല്ലിച്ചപ്പിടാൻ മറന്നീന് തൈരില്ല. അപ്പം അതൊന്നാണ് പിച്ചിട്ട് കണ്ടേ. കൂട്ടിന്ന് കഴിച്ചു നോക്കാം.